ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഷാസ് വ്ളോഗ്സ്. ഇതുപോലത്തെ പേപ്പർ സോപ്പ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ? ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സോപ്പിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ ഒരു വൈറ്റ് കളറുള്ള ഒരു കവറ്, അത് 3 എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് പഴക്കം ചെന്നതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതുപോലത്തെ ഞാൻ 3 കവറാണ് കേട്ടോ എടുത്തത്. അതൊക്കെ ഇതുപോലെ മടക്കിയിട്ട് ഓരോരോ ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഒന്ന് ഞാനൊരു കോയിൻസ് വെച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം. അല്ല എല്ലാം റൗണ്ട് തന്നെ ആക്കാം, ഇല്ലെങ്കിൽ വേറെ ഫ്ലവറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പണി കഴിയും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കി മുറിച്ചെടുക്കുന്നത്. അടുത്ത ലവ് ഷേപ്പാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. ഈ പേപ്പർ സോപ്പിന് പുറത്ത് 40-45 റുപ്യ എങ്ങാനുണ്ട്. ആദ്യം 30-35, ഇപ്പോൾ 45 അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുട്ടികളൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് ഒരു രൂപ മാത്രമേ ഇതിന് ചിലവഴിക്കേണ്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഈ 3 ഷേപ്പിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. തീർത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനാവശ്യമുള്ളത് 1 രൂപയുടെ ഒരു ഷാമ്പു. ഞാൻ ക്ലിനിക് പ്ലസിൻ്റെ 1 രൂപയുടെ ഷാമ്പു ആണ് കേട്ടോ എടുക്കുന്നത്. അത് ഇതുപോലൊരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഒരു 2-3 ഡ്രോപ്സ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതുകൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറച്ചേ ചേർക്കേണ്ട, ഒരു 3-4 ഡ്രോപ്പ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ പേപ്പർ, അത് ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. നിങ്ങളുടെ അടുത്തൊരു ബ്രഷ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു പേപ്പർ മേലെ നിരത്തി വെച്ചിട്ട് ബ്രഷ് കൊണ്ട് 2 ഭാഗത്തും ഈ ഷാമ്പു ആക്കി കൊടുത്താലും മതി. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പേപ്പറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കളർഫുൾ ആക്കണമെങ്കിൽ നമ്മളെ കളർ A4 ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്താലും മതി. പക്ഷേങ്കിൽ ടിഷ്യൂ പേപ്പറിലും കളർ A4ലും ഒക്കെ ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇങ്ങനെ സോപ്പിൻ്റെ ഈ കവറിൽ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിത് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഒരു മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും, നല്ല വെയിലുണ്ടെങ്കിൽ. ഇത് കണ്ടോ, ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പേപ്പർ സോപ്പിൻ്റെ ബോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ടല്ലേ ഈ പേപ്പർ സോപ്പ്. ഒരു കണക്കിന് ഇത് കുറച്ച് ഉപകാരമുള്ള ഐറ്റമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചാൽ ചിലപ്പോൾ മീനൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വാഷ് ചെയ്താൽ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നമുക്കും ഉപകരിക്കും. പുറത്തൊക്കെ പോകുമ്പോൾ, ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഇത് നല്ല സുഖമായിട്ട് നമുക്ക് ബാഗിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്നൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. പേപ്പർ സോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ലോണം പതയുന്നുണ്ട്. 100% സക്സസ് ആണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.